ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നേന്ത്രപ്പഴം നമ്മളിതുപോലെ കറുത്തിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പഴമോ അല്ലെങ്കിൽ സാധാ പഴമാണെങ്കിലും മതി, നേന്ത്രപ്പഴം. ഇനി നമുക്കിത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിനു മുമ്പ് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ സാധാ പശുവും പാലോ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് അരമുറി തേങ്ങയുടെ പാൽ ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മളത് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാന് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ആ പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് വാരിയെടുക്കാം. ഇനി നമുക്ക് ഈ പാനിൽ തന്നെ നമുക്ക് ആ പേസ്റ്റ് ഉണ്ടല്ലോ പഴത്തിൻ്റെ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിന് വെള്ളമൊക്കെ പോയി നല്ലപോലെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മൾ അതുവരെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. ശരിക്കും നമ്മളൊരു 3/4 മണിക്കൂർ, ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിന് വേണ്ട മധുരം ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ ശർക്കര പാനി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ നമുക്ക് കറുപ്പ് കളറിൽ, അതായത് കറുത്ത ഹൽവ ഉണ്ടല്ലോ, അത് കിട്ടും. എൻ്റെ ശർക്കര അത്ര കളറില്ല, അപ്പോൾ ഈ കളറാണ് നമുക്ക് കിട്ടിയത്. എന്നിട്ട് നമുക്ക് ഈ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് നമ്മുടെ പഴം ഒന്ന് വെന്ത് വരണം, നല്ലപോലെ വെന്ത് വരണം. അപ്പോൾ നമുക്ക് ഇത് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. കട്ടയൊന്നും പിടിക്കാതെ നല്ലപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ മിക്സായി വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ കറുത്ത ശർക്കരയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ നമുക്ക് കറുത്ത ഹൽവ കിട്ടും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കളർ ഹൽവ ആയിരിക്കുമല്ലോ ഇഷ്ടം. ചുവപ്പ്, മഞ്ഞ, കറുപ്പ്, അങ്ങനെ ഓരോ കളർ ഉണ്ടല്ലോ. ഞാനിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കണം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇതാ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് കുറുകി വരാനുണ്ട്. ഇതാ അതുപോലെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവം ആവണം. അതുവരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം, നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. ആ നെയ്യൊക്കെ ഒന്ന് സെപ്പറേറ്റ് വരണം, അപ്പോഴതിൻ്റെ ഒരു പാകം ആവുന്നത്. ഇപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് നെയ്യൊക്കെ നമ്മൾ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എള്ളുണ്ടെങ്കിൽ നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. കുറച്ച് എള്ളും പിന്നെ അതുപോലെ കുറച്ച് നട്ട്സും കൂടെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എനിക്ക് പക്ഷേ എള്ള് എൻ്റെ അടുത്തില്ല. ഞാൻ ഈ നട്ട്സിൻ്റെ തന്നെ കുറച്ച് ക്രഷ് ചെയ്തിട്ടതാണ്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ ആ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് സെറ്റാക്കാം.
അപ്പോൾ ഞാനൊരു ഗ്ലാസ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ ഒപ്പമാക്കി വന്നിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈഡൊക്കെ നമുക്കൊന്ന് വിട്ട് വന്ന പോലെയുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഹൽവ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റുള്ള ഒരു ഹൽവ നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നേന്ത്രപ്പഴവും തേങ്ങാപ്പാലും നെയ്യൊക്കെ ആകുമ്പോൾ നല്ല ഹെൽത്തിയായ ഒരു ഹൽവയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാവും ഇത് കഴിക്കാൻ. അപ്പോൾ അവർ പഴമൊക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ അവർ നല്ലപോലെ കഴിക്കും, നല്ല ഇഷ്ടമാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക്